അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 95. കാർ പോർച്ചിലേക്ക് കാർ കയറ്റിയിട്ട് അഗ്നി പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സിറ്റ് ഔട്ടിൽ കണ്ണു തുടച്ചുകൊണ്ടിരിക്കുന്ന മീനുവിനെയും അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്തിരയെ കൂടി കണ്ടതോടെ അഗ്നിക്കുള്ളിൽ എന്തോ വല്ലാത്ത ഭയം നിറഞ്ഞു. അമ്മ! അവൻ ചിത്തിരയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവരെ വിളിച്ചു. ചിത്തിര അവനെ നോക്കി. അവന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. അമ്മ, കുഞ്ഞൻ! ഇരുവരെ മാറി മാറി നോക്കുമ്പോൾ ജ്വാലയ്ക്കെന്തോ അപകടം പറ്റിയെന്ന് തോന്നി അവന്. ഒന്നുമില്ല കണ്ണ, മീനു ലച്ചുവിന്റെ കാര്യമെല്ലാം ജ്വാലയോട് പറഞ്ഞു. അവൾക്ക് സഹിച്ചില്ലാന്ന് തോന്നുന്നു, കരച്ചിലാ. ചിത്തിര അവനടുത്തേക്ക് എഴുന്നേറ്റു. അഗ്നിയുടെ നെഞ്ചിലൊരു നേരിയ ആശ്വാസം നിറഞ്ഞു. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. അവൻ വിയർത്തുപോയ മുഖമൊന്ന് അമർത്തി തുടച്ചു. ചിത്തിര അവന്റെ കവിളി തലോടി. ഒന്നുമില്ല കണ്ണ, എല്ലാം കൂടി കേട്ടതിന്റെ ഞെട്ടലാ. അവർ പറഞ്ഞതും അഗ്നി മീനുവിനെ നോക്കി. കരഞ്ഞു തളർന്ന് ഇരിക്കുകയാണവൾ. എന്തിനാ മീനുട്ടി കുഞ്ഞനോട് അതൊക്കെ പറഞ്ഞ്? അവള് ചോദിച്ചതാ, അപ്പോ അങ്ങനെ പറഞ്ഞുപോയി എല്ലാം. മീനുന്റെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. അഗ്നി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് അവളെവിടെ? റൂമിലുണ്ട്. എനിക്ക് തോന്നിയിരുന്നു അവള് നിന്നെ വിളിച്ചു കാണുമെന്ന്. അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയില്ല. എന്നെ കണ്ടാ ചിലപ്പോ കരച്ചിൽ ഒന്നുകൂടി കൂടും. ചിത്തിര പറഞ്ഞതും അഗ്നി ഒന്ന് മൂളിക്കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കയറി. മീനു അവൻ പോകുന്നത് നോക്കി സെറ്റിയിലേക്ക് ഇരുന്നു. അഗ്നി റൂമിന്റെ മുന്നിലായി വന്നു നിന്നു. ബെഡിൽ തലതാഴ്ത്തിയിരുന്ന് കരയുന്ന പെണ്ണിനെ കണ്ട് അവന് പാവം തോന്നി. കുഞ്ഞ! അഗ്നി വിളിച്ചു. ജ്വാല പെട്ടെന്ന് മുഖമുയർത്തി. ദേവേട്ട! അടുത്ത നിമിഷം അവൾ ഓടിപ്പോയി അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി കാലിൽ ഉയർന്ന് അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി തേങ്ങിക്കരഞ്ഞു. ദേവേട്ട, ഞാൻ നിക്ക്. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്വാസമെടുക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. അത്രത്തോളം കരഞ്ഞിരുന്നു അവൾ. അഗ്നി പെട്ടെന്ന് അവളെ അങ്ങനെ തന്നെ എടുത്തുയർത്തി അകത്തേക്ക് നടന്നു. കാലുകൊണ്ട് ഡോറ് ചവിട്ടിയടച്ച് അവൻ അവളുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു. കുഞ്ഞാ, എന്നെ നോക്ക്. അവൾ ഇല്ലാന്ന് മൂളി. ഇങ്ങോട്ട് നോക്ക് പെണ്ണെ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് മുഖത്തേക്ക് നോക്കാതിരുന്ന എങ്ങനെയാ? നോക്കടാ. അവൻ അവളുടെ തലമുടിയിൽ തലോടി. അവള് വീണ്ടും ഇല്ലാന്ന് തന്നെ മൂളിക്കൊണ്ട് അവന്റെ തോളിൽ മുഖമുരച്ചു. അഗ്നിക്ക് പാവം തോന്നി. ദേ, മുഖത്തേക്ക് നോക്കിക്കോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇക്കിളിയാക്കും നിന്നെ. അവൻ പറഞ്ഞിട്ടും ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കുന്നേയില്ല. ആഹാ, അത്രയ്ക്കായോടി നീ? അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലേക്ക് കൈകൊണ്ടുപോയി ഇക്കിളിയാക്കി. ആഹാ, ദേവട്ടെ വേണ്ട. അവൾ ചിണുങ്ങി. അത്രയും നേരമുള്ള കരച്ചിൽ എവിടെയോ പോയി. എന്നാ എന്റെ മുഖത്തേക്ക് നോക്ക്. ഇല്ല. അവളുടെ ശബ്ദം അടഞ്ഞിട്ടുണ്ട്. ദേ കുഞ്ഞ, മുഖത്തേക്ക് നോക്കടി, എനിക്ക് ദേഷ്യം വരുവേ. അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. അവള് മിണ്ടിയില്ല. ബലമായി ആ മുഖം പിടിച്ചുയർത്താൻ അവൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ പെണ്ണിനെ അങ്ങനെ പോലെ വിഷമിപ്പിക്കാൻ അവൻ ഇഷ്ടമല്ല. അഗ്നി അവൾ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് ബെഡിൽ വന്നിരുന്ന് അവളെ കൊച്ചുകുട്ടികളെ പോലെ രണ്ട് കയ്യിലുമായി കിടത്തി. ജ്വാല നനഞ്ഞ മിഴിയാൽ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അഗ്നിയും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ദേവേട്ട! അവൾ ഇടറിക്കൊണ്ട് വിളിച്ചു. എന്തിനാ എന്റെ കുഞ്ഞ് കരഞ്ഞേ? അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. ജ്വാലയുടെ കണ്ണുകൾ ആ ചോദ്യത്തിൽ വീണ്ടും നിറഞ്ഞുപോയി. ചുണ്ടുകൾ വിതുമ്പി. വിഷമിക്കണ്ടാട്ടോ. അവൾ മൂളി. അഗ്നി അവളെ ഒന്ന് ഉയർത്തി ആ മുഖം അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. തലമുടിയിലും പുറത്തും പതിയെ തഴുകി കൊടുത്തു. നേരത്തെ കരഞ്ഞതിന്റെ ബാക്കി പത്രം എന്നോണം അപ്പോഴും ഇടയ്ക്കിടെ തേങ്ങുന്നുണ്ട് പെണ്ണ്. അവൾ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. മീനൂട്ടി ലച്ചുവിനെ കുറിച്ച് എല്ലാം പറഞ്ഞൂലേ? പറഞ്ഞു. അവൾ തേങ്ങി. സാരല്ല കേട്ടോ, മോള് കരയണ്ട. അവൻ അവളെ ആശ്വസിപ്പിച്ചു. എന്തിനാ ദേവേട്ട ഈശ്വരന്മാര് നല്ല ആൾക്കാരെയൊക്കെ പെട്ടെന്ന് കൊണ്ടുപോണേ? അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? അവൾ തേങ്ങി. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് കുഞ്ഞാ. പക്ഷെ ദൈവം നേരത്തെ വിളിക്കുന്നവരെല്ലാം ദൈവത്തിന് അത്രത്തോളം പ്രിയപ്പെട്ടവരാ. അപ്പോ ലച്ചു അവർക്ക് പ്രിയപ്പെട്ടവളായിരിക്കും. അതാ അതാ അവളെ വേഗം കൊണ്ടുപോയേ. അത് പറയുമ്പോൾ അവന്റെ ശബ്ദമൊന്നിടറി. കണ്ണുകളിൽ നനവ് പടർന്നു. അപ്പോ എന്റെ അച്ഛയമ്മയൊക്കെ ഈശ്വരന്മാർക്ക് പ്രിയപ്പെട്ടവരാണല്ലേ ദേവേട്ട? അവന്റെ മുഖത്തേക്ക് മുഖം മലർത്തി നോക്കി അവളുടെ നിഷ്കളങ്കമായ ചോദ്യം. അഗ്നിക്ക് വേദന തോന്നി. അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവൻ മൂളി. അപ്പോ എന്നെ ഈശ്വരന്മാർക്ക് ഇഷ്ടമുണ്ടാവില്ലേ? അതുകൊണ്ടാണോ എന്നെ അവരുടെ അടുത്തേക്ക് കുഞ്ഞാ? അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നി ദേഷ്യത്തോടെ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ വാവുത്തി പിടിച്ചു. അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് ബോധം വന്നത്. അഗ്നിയുടെ കണ്ണു നിറഞ്ഞു. അവൾ പെട്ടെന്ന് വായിൽ നിന്നും അവന്റെ കൈയെടുത്തു മാറ്റി. ദേവേട്ട, സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. അവന്റെ കണ്ണ് നിറയുന്നത് തനിക്ക് വേണ്ടിയല്ലേ എന്ന് കൗതുകത്തോടെ നോക്കിയപ്പോഴും ആ നിറഞ്ഞ കണ്ണുകൾ അവൾക്ക് അസ്വസ്ഥതയായി. അഗ്നി പെട്ടെന്ന് അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. ജ്വാല അവന്റെ കണ്ണുകളിലേക്ക് നോക്കി.
ഈശ്വരന് പ്രിയപ്പെട്ടവളാ നീയും. അതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് തന്നെ. എന്റെ കുഞ്ഞിന് ഇതുവരെ കിട്ടാത്ത സ്നേഹമെല്ലാം കൊടുക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാ നിന്റെ അടുത്തേക്ക്. അവൻ പതിയെ പറഞ്ഞു. ആണോ? അവള് കണ്ണു വിടർത്തി. അല്ലേ? അവൻ മറുചോദ്യം ചോദിച്ചു. അതെ, അത് തന്നെയാ. അവള് പറഞ്ഞതും അഗ്നി ചിരിച്ചു. പക്ഷെ നേരത്തെ കണ്ണു നിറഞ്ഞതിന്റെ ബാക്കിയായി അവന്റെ കണ്ണുകളിൽ നീർമുത്തുകൾ തിളങ്ങുന്നുണ്ട്. ജ്വാല പെട്ടെന്ന് ഉയർന്ന് അവന്റെ ഇരു കണ്ണുകളിലും അമർത്തി ചുംബിച്ച് ആ കണ്ണുനീർ തുള്ളികളെ തന്റേതാക്കി. അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി. ജ്വാല അവന്റെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റിയില്ല. അവന്റെ കണ്ണുകൾക്ക് തന്റെ കണ്ണുകളേക്കാൾ ഭംഗിയുണ്ടെന്ന് തോന്നി അവൾക്ക്. ഒരുപാട് ഇഷ്ടം തോന്നിപ്പോവും. ഇപ്പോ സങ്കടം മാറി എന്റെ കുഞ്ഞന്റെ. അവളുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് അഗ്നിയുടെ ആർദ്രമായ ചോദ്യം. മാറി. എനിക്കാകെ ആകൊരു വിഷമം ദേവേട്ടാ. സഹിച്ചില്ല എനിക്ക്. വ്യാസേട്ടൻ ഏട്ടൻ എങ്ങനെ സഹിച്ചു കാണും? എന്റെ അച്ഛയമ്മയൊക്കെ പോകുമ്പോ ഞാൻ കുഞ്ഞായിരുന്നില്ലേ. എന്നിട്ട് പോലും അവരിനില്ലാന്ന് എനിക്ക് ഓർക്കാൻ തന്നെ പേടിയായിരുന്നു. രാത്രി ഉറങ്ങാൻ പേടിയാ. ദേവേട്ടൻ അറിയില്ലേ എനിക്ക് ഇരുട്ട് പേടിയാന്ന്. ഉം അവള് ചോദിച്ചതും അഗ്നി മൂളിക്കൊണ്ട് അവളുടെ തലമുടി ഒതുക്കി വെച്ചു കൊടുത്തു. അത് അച്ഛയമ്മയും പോയ ശേഷാ. ഇരുട്ട് കാണുമ്പോ എനിക്ക് തോന്നും ഞാൻ തനിച്ചാന്ന്. കണ്ണടയ്ക്കാൻ പോലും പേടി എനിക്ക്. അപ്പോ ഇരുട്ട് വരില്ലേ? ഞാൻ തനിച്ചായി പോവില്ലേ? അന്നത്തെ ആ പേടി അതുപോലെ അവളുടെ കണ്ണിൽ ഇപ്പോഴും ഉണ്ടെന്ന് അഗ്നിക്ക് തോന്നി. അവന് സങ്കടമാണ് തോന്നിയത്. ഒരു കൊച്ചുകുട്ടി എങ്ങനാ നിമിഷങ്ങൾ കഴിച്ചുകൂട്ടി? അവൻ അറിയുമായിരുന്നില്ല. ഇപ്പോഴും ഇരുട്ട് പേടിയാണോ? കണ്ണടയ്ക്കാൻ പേടിയാണോ എൻ്റെ കുഞ്ഞിന്? അഗ്നി അവളുടെ കവിളിൽ തഴുകി ആർദ്രമായി ചോദിച്ചു. ജ്വാലയുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പി. എന്താടാ വാവേ? അഗ്നി വാത്സല്യത്തോടെ ചോദിച്ചു. ഇപ്പോഴും ഇപ്പോഴും എനിക്ക് പേടിയ ദേവേട്ടാ. സത്യം. ദേവേട്ടൻ ലൈറ്റ് ഓഫ് ആക്കി ബെഡ് ലാമ്പ് ഇടില്ലേ, ആ ഒരു സെക്കൻഡ്, ആ പോകുന്ന നിമിഷം പോലും എനിക്ക് പേടിയാ. അവള് പറഞ്ഞു. അതെന്താ? അഗ്നി അവളെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു. ആ ഇരുട്ടിനോടൊപ്പം എന്റെ ദേവേട്ടന് മാഞ്ഞു പോയാലോ? ഈ ജീവിതം, ഈ സ്നേഹം, ഈ സാമീപ്യം എല്ലാം എല്ലാവരും സ്വപ്നം മാത്രം ആയിപ്പോയാലോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഒപ്പം അഗ്നിയുടെയും. ഞാൻ അങ്ങനൊരു സ്വപ്നം മാത്രമാണെങ്കിലോ? ഒരിക്കൽ എൻ്റെ കുഞ്ഞ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നീ മംഗലത്താണെങ്കിലോ? ഞാനെന്നൊരാള് തന്നെ ഒരു തോന്നലാണെങ്കിലോ? അവൻ ചോദിച്ചതും ജ്വാല അവനെ പേടിയോടെ നോക്കി. അങ്ങനൊന്നും പറയില്ല ദേവേട്ടാ. ദേവേട്ടൻ്റെ വെറൊരു സ്വപ്നമാണെങ്കിൽ പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? മരിച്ചു പോവില്ലേ ഞാൻ? ദേവേട്ടനില്ലാതെ, ഈ സ്നേഹമില്ലാതെ എനിക്ക് പറ്റില്ല ഒരു നിമിഷം പോലും. അങ്ങനെ ഓർക്കാൻ പോലും കഴിയണില്ല എനിക്ക്. അവൾ അവന്റെ മുഖമൊക്കെ തൊട്ടു നോക്കുന്നുണ്ട്. അഗ്നിക്ക് അവളോട് അടങ്ങാത്ത പ്രണയം തോന്നിപ്പോയി. അവൾക്കുള്ളിലെ പ്രണയം അവൾ അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ അവളിലേക്ക് അത് പകർന്നു നൽകാൻ ഉള്ളം വെമ്പുന്നു. കുഞ്ഞാ, അഗ്നി പ്രണയത്തോടെ വിളിച്ചു. എന്നും എൻ്റെ കൂടെ വേണം. എനിക്ക് ദേവേട്ടനില്ലാതെ പറ്റില്ല. തനിച്ചായി പോവും ഞാൻ. ഇപ്പൊ തന്നെ സങ്കടം വന്നപ്പോ എനിക്ക് ആദ്യം ദേവേട്ടനെ കാണാനാ തോന്നിയേ. ദേവേട്ടനല്ലേ എന്നെ അറിയൂ? അവളുടെ സ്വരം ആർദ്രമായിരുന്നു. അഗ്നി അവളെ തന്നെ ഉറ്റുനോക്കി. പറ ദേവേട്ട, ഒരിക്കലൊരു സ്വപ്നം പോലെ എന്നീന്ന് മാഞ്ഞു പോവില്ല എന്ന് പറ. എന്നും എന്നും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറ. അവൾ അവന്റെ മുഖത്താകെ തഴുകിക്കൊണ്ട് ചോദിച്ചു. അവൻ ഒരു സ്വപ്നമല്ലെന്ന് ഉറപ്പിക്കുന്ന ആ പെണ്ണ്. അഗ്നി പെട്ടെന്ന് അവളുടെ കൈകൾ പിടിച്ചെടുത്തു. ജ്വാല അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. എന്നും എന്നും കൂടെ ഉണ്ടാവും ഞാൻ. ഒരിക്കലും നിന്നീന്ന് മാഞ്ഞു പോവില്ല. അതിന് ഞാനൊരു സ്വപ്നമല്ലല്ലോ കുഞ്ഞ. കണ്ടില്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നേ. അങ്ങനെ മാഞ്ഞു പോവോ ഞാൻ? അവൻ കാറ്റുപോലെ നേർത്ത സ്വരത്തിൽ അവളോട് ചോദിച്ചു. ഇല്ല, പോവില്ല. അവളുടെ ശബ്ദവും നേർത്തുപോയി. കണ്ണുകളിൽ അവനോട് നിറയുന്നത് പ്രണയമാണ്. ആ മിഴികളിലേക്ക് നോക്കുമ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ട്. അവന്റെ നെഞ്ചിടിപ്പ് കൂട്ടിക്കളയുകയാണ് ജ്വാല. എന്നോടെന്റെ കുഞ്ഞിനിപ്പോ എന്താ തോന്നുന്നേ? ആ മിഴികളിലേക്ക് തന്നെ നോക്കി അഗ്നി ചോദിച്ചു. ജ്വാലയുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. അഗ്നിയുടെ ചുണ്ടോരം ചെറു മന്ദഹാസം വിടർന്നു. പറ. എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നു ദേവേട്ടാ. അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ചു. ആണോ? സ്നേഹം തോന്നുമ്പോ എന്താ തോന്നുന്നേ? അഗ്നി വീണ്ടും ചോദിച്ചു. ഞാൻ ഉമ്മ വെച്ചോട്ടെ ദേവേട്ട? അവളുടെ സ്വരം പ്രണയത്താൽ നിറഞ്ഞിരുന്നു. അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി. എവിടെ? അവനിൽ ആകാംക്ഷയാണ്. അവള് പെട്ടെന്ന് അവന്റെ ചുണ്ടിൽ തൊട്ടു. രണ്ടുപേരും ഒരുപോലെ ഒന്ന് വിറച്ചുപോയി. അനുവാദം വേണോ? ഞാൻ നിന്റെയല്ലേ. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അവന്റെ സ്വരത്തിലും പ്രണയമാണ്. അവൾ അവന്റെ ചുണ്ടിൽ നിന്നും വിരല് മാറ്റി. എൻ്റെ കുഞ്ഞിന്, അല്ല എൻ്റെ ഭാര്യയ്ക്കിപ്പോൾ എന്നോട് എന്താണോ തോന്നുന്നത് അത് അതുപോലെ തന്നെ ചെയ്യ്. നിന്നോള അവകാശം എന്നിൽ മറ്റാർക്കുമില്ല. അവൻ അവളുടെ കഴുത്തിലൂടെ അവൻ്റെ കൈ ചുറ്റി. ജ്വാല തലയാട്ടിക്കൊണ്ട് പതിയെ അവൻ്റെ ചുണ്ടിലേക്ക് അടുത്തു വന്നു. അഗ്നി തൻ്റെ ചുണ്ടുകൾ അവൾക്കായി ഒന്നുകൂടി വിടർത്തി കൊടുത്തു. ആ നിമിഷം ജ്വാലയുടെ നിശ്വാസം അവൻ്റെ ചുണ്ടിൽ തട്ടി. എനിക്ക് നേരെ ഉമ്മ വയ്ക്കാൻ അറിഞ്ഞൂടാ എന്നും പറയുമ്പോൾ അവൻ്റെ ചുണ്ടോരം ചേർന്നവൾ പറഞ്ഞു. അറിയുന്നതിൻ്റെ ബാക്കി പഠിപ്പിക്കാൻ ഞാനില്ലേ? അവൻ ആർദ്രമായി ചോദിച്ചതും അവൾ പിടപ്പോടെ മൂളി.
എന്നാ താ. അഗ്നി വീണ്ടും പറയെ പെട്ടെന്ന് ജ്വാല തുറന്നു വെച്ച അവന്റെ ചുണ്ടുകൾക്ക് മീതെ അവളുടെ ചുണ്ടുകളെ അമർത്തി വെച്ചു. എന്നും പോൽ അഗ്നിയുടെ ദേഹം വിറപ്പിച്ച ചുംബനം. കണ്ണുനീർ ഉപ്പ് പടർന്ന അവളുടെ ചുണ്ടുകൾ പതിയെ അഗ്നിയുടെ ചുണ്ടുകളെ കടിച്ചെടുത്തു. ഉം അഗ്നിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ വല്ലാതെ മുറുകി. ജ്വാല പതിയെ അവന്റെ ഇരു ചുണ്ടുകളും മാറി മാറി നുണഞ്ഞു. അത്രയും പതിയെ. അവൾക്കിനിയും ഉമ്മ വെക്കാൻ അറിയില്ലാന്നോ? അഗ്നിയേക്കാൾ നന്നായി അവൾ ആ ചെക്കനെ ഉമ്മ വെക്കുന്നുണ്ട്. അവനും അത് ഒരുപാട് ഇഷ്ടമായതുപോലെ. ചുംബനം നീണ്ടുപോകവേ എവിടെയോ അവൾ ഒന്ന് ക്ഷീണിച്ചു എന്ന് തോന്നിയതും അഗ്നി അവൾ മുഖമുയർത്തും മുന്നേ അവളുടെ കുഞ്ഞി ചുണ്ടിനെ പതിയെ കടിച്ചെടുത്തു. ഉം ജ്വാലയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവളുടെ ചുണ്ടുകളെ എത്രമേൽ താലോലിക്കാമോ അത്രയും പതിയെ വീണ്ടും അങ്ങനെ തരുവോ എന്ന് അവൾക്ക് ചോദിക്കാൻ തോന്നും പോലെ. അത്രയും ലോലമായി അവളുടെ ചുണ്ടിനെ തന്റെ ഉമിനീർ പടർത്തി നുണഞ്ഞവൻ. ശ്വാസം മുട്ടിക്കുമ്പോൾ ഇരുവരും പരസ്പരം പകരുന്ന ചുംബനം. ഒരുവൾ കിതയ്ക്കുന്നത് വരെ തുടരുന്ന ചുംബനം. ശ്വാസം മുട്ടിയതും ജ്വാല അഗ്നിയുടെ നെഞ്ചിൽ കൈ ചുരുട്ടി ഇടിച്ചൊന്ന് പിടഞ്ഞു. അവന് വിട്ടുമാറാൻ തോന്നിയില്ല. എങ്കിലും കിതയ്ക്കുന്ന പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുറത്തു പതിയെ തലോടി കൊടുത്തു. അവളുടെ കിതപ്പ് നിലയ്ക്കും വരെ. ജ്വാലയുടെ ചുണ്ടോരം ഇപ്പോഴൊരു ചിരിയാണ്. എത്ര വേഗമാണ് അവൻ ആ പെണ്ണിന്റെ സങ്കടങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി മായ്ച്ചു കളയുന്നത്. അല്ലെങ്കിൽ ജ്വാലയുടെ സങ്കടങ്ങൾ തീരുന്നിടം അഗ്നി എന്ന ഒരുവനിൽ മാത്രമാണ്. അഗ്നി അവളുടെ നെറ്റിയുടെ സൈഡിലായി ഒന്ന് ചുംബിച്ചു. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. തുടരും.